ഹായ് ഓൾ, എല്ലാവർക്കും കാൻഡില സ്റ്റഡി സർക്കിളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മെക്കാനിക്സ് എന്ന ഭാഗത്തിലെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ പാർട്ട് 2 ആണ്. നമ്മൾ ഓൾറെഡി കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പം എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് ചോദ്യം നോക്കാം. ദ ആക്സിലറേഷൻ ഓഫ് എ കാർ ദാറ്റ് സ്പീഡ്സ് അപ്പ് ഫ്രം 12 മീറ്റർ പെർ സെക്കൻഡ് ടു 30 മീറ്റർ പെർ സെക്കൻഡ് ഇൻ 15 സെക്കൻഡ്. ഒരു കാറുണ്ട്. കാറ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് 12 മീറ്റർ പെർ സെക്കൻഡിലാണ്. 15 സെക്കൻഡ് കൊണ്ട് അതിൻ്റെ സ്പീഡ് 30 മീറ്റർ പെർ സെക്കൻഡായിട്ട് മാറി. അങ്ങനെയെങ്കിൽ അതിനുണ്ടായ ആക്സിലറേഷൻ, ത്വരണം എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചത്. അപ്പോൾ നമുക്ക് ത്വരണം കാണാനുള്ള ഇക്വേഷൻ ആക്സിലറേഷൻ സമം ചേഞ്ച് ഇൻ വെലോസിറ്റി ആണല്ലേ, v മൈനസ് യു ബൈ ടി. ഓക്കെ, അപ്പം ഇവിടെ ഫൈനൽ വെലോസിറ്റി 30 ഇനീഷ്യൽ വെലോസിറ്റി 12 ആണ്. അപ്പോൾ 30 മൈനസ് 12 നമുക്കെത്ര കിട്ടും? 18 കിട്ടും. 18. അടുത്തത് 18 ഹരിക്കണം ടൈം. ഇവിടെ 15 സെക്കൻഡാണ്. 18 ഹരിക്കണം 15. അപ്പോൾ നമുക്ക് ഏകദേശം വാല്യൂ എത്ര വരും? 18/15 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1.2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ്. നെഗറ്റീവ് ആക്സിലറേഷൻ ഓഫ് എ ബോഡി ഈസ് കോൾഡ് മൊമെൻറ്റം, ഫോഴ്സ്, ഡിസ്പ്ലേസ്മെൻറ്റ്, റിട്ടാർഡേഷൻ. നെഗറ്റീവ് ആക്സിലറേഷൻ എന്താണ് വിളിക്കുന്നതാണ് ചോദിച്ചത്. ഇതിൻ്റെ ആൻസർ നമ്മൾ അറിയാമല്ലേ, ഓപ്ഷൻ ഡി റിട്ടാർഡേഷൻ ആണ്. ദ റിലേഷൻ ബിറ്റ്വീൻ ഇനീഷ്യൽ വെലോസിറ്റി യു, ഫൈനൽ വെലോസിറ്റി വി ആൻഡ് ആക്സിലറേഷൻ എ ഈസ് ഓപ്ഷൻ എ v മൈനസ് യു ഇസ് ഈക്വൽ ടു 80, ഓപ്ഷൻ ബി v പ്ലസ് യു ഇസ് ഈക്വൽ ടു 80, ഓപ്ഷൻ സി v സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇസ് ഈക്വൽ ടു 80, വി സ്ക്വയർ പ്ലസ് യു സ്ക്വയർ ഈസ് ഈക്വൽ ടു 80. അപ്പോൾ ഇതിലേതാണെന്നാണ് ചോദിച്ചത്. ഒന്നാം ചലന സമവാക്യം വി സമം യു പ്ലസ് 80 ആണ്. വി സമം യു പ്ലസ് 80. അപ്പം ഈ ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ വി മൈനസ് യു സമം 80. അപ്പം ഈ വി മൈനസ് യു സമം 80 എന്നത് ഒന്നാമത്തെ ഓപ്ഷനാണ്. അപ്പം ആൻസർ ഓപ്ഷൻ എ വി മൈനസ് യു സമം 80. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ സെറ്റ് ഓഫ് ഇക്വേഷൻസ് ഓഫ് മോഷൻ? താഴെ തന്നിരിക്കുന്നതിൽ 3 ഇക്വേഷൻ ഓഫ് മോഷൻസ് ഏതാണെന്നാണ് ചോദിച്ചത്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ആദ്യത്തേത് ഓപ്ഷൻ എ വി ഈസ് ഈക്വൽ ടു യു പ്ലസ് 80, ശരിയാണ്. എസ് ഈസ് ഈക്വൽ ടു യു ടി മൈനസ് ഹാഫ് 80 സ്ക്വയർ, അത് തെറ്റാണ്. അപ്പോൾ നമ്മൾ അടുത്ത ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ ബി വി ഈസ് ഈക്വൽ ടു യു പ്ലസ് 80, ശരിയാണ്. രണ്ടാമത്തത് എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് 80 സ്ക്വയർ, ശരിയാണ്. അടുത്തത് വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. അപ്പോൾ ഓപ്ഷൻ ബിയിൽ കൊടുത്തിരിക്കുന്നത് 3 ശരിയാണ്. അപ്പം ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ദ വർക്കിംഗ് ഓഫ് വാഷിംഗ് മെഷീൻ ഈസ് ബേസ്ഡ് ഓൺ ഓപ്ഷൻ എ ഫ്രിക്ഷണൽ ഫോഴ്സ്, ഓപ്ഷൻ ബി വീക്ക് ഫോഴ്സ്, ഓപ്ഷൻ സി ന്യൂക്ലിയർ ഫോഴ്സ്, ഓപ്ഷൻ ഡി സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണ്. നമ്മൾ തൈര് കടയുന്നതും ഒക്കെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണ്. അടുത്ത ചോദ്യം നോക്കാം. The centrifugal force on a body moving in a circle of radius r is. സെൻട്രിഫ്യൂഗൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ ആണ് ഇവിടെ ചോദിച്ചത്. ഓപ്ഷൻ എ എഫ് ഇസ് ഈക്വൽ ടു എം വി, ഓപ്ഷൻ ബി എഫ് ഇസ് ഈക്വൽ ടു എം ആർ ബൈ വി സ്ക്വയർ, ഓപ്ഷൻ സി എഫ് ഇസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ, ഓപ്ഷൻ ഡി എഫ് ഇസ് ഈക്വൽ ടു എം വി സ്ക്വയർ ബൈ ആർ.
നമ്മൾ സെൻട്രിപെറ്റൽ ഫോഴ്സ് പഠിച്ചപ്പോൾ സെൻട്രിപെറ്റൽ ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ F ഈസ് ഈക്വൽ ടു mv²/r ആണ്. ഇപ്പോൾ സെൻട്രിഫ്യൂഗലും എന്താണ് സെയിം മാഗ്നിറ്റ്യൂഡാണ് ബട്ട് ഡിഫറെൻറ്റ് ഡയറക്ഷനാണ്. സോ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്ത് തന്നെയാണ്? F ഈസ് ഈക്വൽ ടു mv²/r. ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ആൻസർ. അടുത്ത ചോദ്യം, ദ മെഷർ ഓഫ് ഇനേഷ്യ ഈസ് ഓപ്ഷൻ എ ഡെൻസിറ്റി, ഓപ്ഷൻ ബി പ്രഷർ, ഓപ്ഷൻ സി മാസ്, ഓപ്ഷൻ ഡി ഫോഴ്സ്. മെഷർ ഓഫ് ഇനേഷ്യ എന്താണെന്നാണ് ചോദിച്ചത്. മാസ് കൂടുന്നതനുസരിച്ച് ഇനേഷ്യയും കൂടും. ഇനേഷ്യ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മാസ് ആണ്. ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഇനേഷ്യ ഓഫ് ആൻ ഒബ്ജക്റ്റ് ടെൻസ് ടു കോസ് ദ ഒബ്ജക്റ്റ്. ഇനേഷ്യയുമായി ബന്ധപ്പെട്ട 4 ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ എ ടു ഇൻക്രീസ് ഇറ്റ്സ് സ്പീഡ്, ഓപ്ഷൻ ബി ടു ഡിക്രീസ് ഇറ്റ്സ് സ്പീഡ്, ഓപ്ഷൻ സി ടു റെസിസ്റ്റ് എനി ചേഞ്ച് ഇൻ ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് മോഷൻ, ഓപ്ഷൻ ഡി ടു ഡീസലറേറ്റ് ഡ്യൂ ടു ഫ്രിക്ഷൻ. ഇനേഷ്യ പഠിച്ചപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഒരു ചേഞ്ചിനെ റെസിസ്റ്റ് ചെയ്യുന്നതാണ് ഇനേഷ്യ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ടു റെസിസ്റ്റ് എനി ചേഞ്ച് ഇൻ ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് മോഷൻ. ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഈസ് ഓൾസോ കോൾഡ്. ന്യൂട്ടൻ്റെ ഒന്നാം ചലന നിയമം മറ്റൊരു പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട്. ഓപ്ഷൻ എ ലോ ഓഫ് എനർജി, ഓപ്ഷൻ ബി ലോ ഓഫ് മൊമെൻറ്റം, ഓപ്ഷൻ സി ലോ ഓഫ് ഫോഴ്സ്, ഓപ്ഷൻ ഡി ലോ ഓഫ് ഇനേഷ്യ. ന്യൂട്ടൻ്റെ ഒന്നാം ചലന നിയമം അറിയപ്പെടുന്നത് ലോ ഓഫ് ഇനേഷ്യ ആണ്. ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ശരി ഉത്തരം. അടുത്ത ചോദ്യം, എ ബോഡി ഓഫ് മാസ് 3 കിലോഗ്രാം മൂവിങ് വിത്ത് എ ആക്സലറേഷൻ ഓഫ് 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ക്വസ്റ്റ്യനിൽ കൊടുത്തത് 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്, അത് തെറ്റാണ്. 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. വെൻ എ ഫോഴ്സ് F ഈസ് അപ്ലൈഡ് ഓൺ ഇറ്റ്, ദ വാല്യൂ ഓഫ് ഫോഴ്സ് F ഈസ്. 3 കിലോഗ്രാം മാസ് ഉള്ള ഒരു ഒബ്ജക്റ്റിന് ഒരു സർട്ടൻ ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പം അത് 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ത്വരണത്തിൽ മൂവ് ചെയ്തു. അങ്ങനെയെങ്കിൽ കൊടുത്തിരിക്കുന്ന ഫോഴ്സ് എത്രയാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് ഫോഴ്സ് കാണാനുള്ള സമവാക്യം അറിയാം. F സമം ma ആണ്. മാസ് ഇവിടെ 3 കിലോഗ്രാം ആണ്. ത്വരണം തന്നിരിക്കുന്നത് 5 ആണ്. അപ്പം 3 × 5 15 ന്യൂട്ടൺ ആണ് ആൻസർ. ഓപ്ഷൻ എ. അടുത്ത ചോദ്യം നോക്കാം. റോക്കറ്റ് വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ്. ഓപ്ഷൻ എ കൺസർവേഷൻ ഓഫ് മാസ്, ഓപ്ഷൻ ബി കൺസർവേഷൻ ഓഫ് എനർജി, ഓപ്ഷൻ സി കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം, ഓപ്ഷൻ ഡി കൺസർവേഷൻ ഓഫ് വെലോസിറ്റി. അപ്പോൾ റോക്കറ്റ് പ്രൊപ്പൾഷൻ എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻ സി കൺസർവേഷൻ ഓഫ് മൊമെൻറ്റമാണ്. മൊമെൻറ്റം ഓഫ് ആൻ ഒബ്ജക്റ്റ് ഈസ്. ഒരു വസ്തുവിൻ്റെ മൊമെൻറ്റം കാണുന്നത്, മൊമെൻറ്റം കാണുന്ന ഇക്വേഷനാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ P = mv, ഓപ്ഷൻ ബി P = mv², ഓപ്ഷൻ സി P = m/v, ഓപ്ഷൻ ഡി P = m²/v. നമുക്കറിയാമല്ലേ, ഓപ്ഷൻ എ P = mv ആണ് ഇതിൻ്റെ ഉത്തരം. അടുത്ത ചോദ്യം നോക്കാം. ദ ഡയറക്ഷൻ ഓഫ് മൊമെൻറ്റം ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ്. മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷൻ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഒന്നിൻ്റെ സെയിം ഡയറക്ഷൻ ആണെന്നാണ് പറയുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ മാസ്, ഓപ്ഷൻ ബി ഡിസ്പ്ലേസ്മെൻറ്റ്, ഓപ്ഷൻ സി വെലോസിറ്റി, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. അപ്പോൾ ഇവിടെ മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ P = mv ആണല്ലേ. അപ്പം v എന്ന് പറയുന്നത് വെലോസിറ്റിയാണ്. അപ്പോൾ വെലോസിറ്റി നമ്മുടെ ഓപ്ഷനിലുണ്ട്. സോ ആൻസർ ഓപ്ഷൻ സി വെലോസിറ്റിയാണ്. അടുത്ത ചോദ്യം നോക്കാം. ദ പ്രൊഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ടൈം ഈസ് കോൾഡ്. പ്രൊഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ടൈം എന്ന് പറഞ്ഞാൽ F × t. ഓപ്ഷൻ എ മൊമെൻറ്റം, ഓപ്ഷൻ ബി ഇനേഷ്യ, ഓപ്ഷൻ സി വർക്ക്, ഓപ്ഷൻ ഡി ഇമ്പൾസ്. ഏതാണ്? ഓപ്ഷൻ ഡി ഇമ്പൾസ് ആണ് ഇതിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ.
The SI unit of torque is option A Newton, option B Newton meter, option C Newton per meter, option D meter per Newton. Torque ടോ സമം ആർ ക്രോസ് എഫ് ആണല്ലേ. ആറിൻ്റെത് മീറ്ററാണ്, ഫോഴ്സിൻ്റെത് ന്യൂട്ടൺ ആണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ന്യൂട്ടൺ മീറ്ററാണ്. മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ ബോഡി ഈസ് ഗിവൺ ബൈ. ഒരു ബോഡിയുടെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കാണുന്നത് ഓപ്ഷൻ എ ഐ ഈസ് ഈക്വൽ ടു എം ആർ, ഓപ്ഷൻ ബി ഐ ഈസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ, ഓപ്ഷൻ സി ഐ ഈസ് ഈക്വൽ ടു എം സ്ക്വയർ ആർ, ഓപ്ഷൻ ഡി ഐ ഈസ് ഈക്വൽ ടു എം സ്ക്വയർ ആർ സ്ക്വയർ. മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കാണാനുള്ള ഇക്വേഷൻ ഓപ്ഷൻ ബി ഐ ഈസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ ആണ്. അടുത്തത് ന്യൂട്ടൻ്റെ തേർഡ് ലോയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. ദ ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ഫോഴ്സസ് റെഫേർഡ് ടു ഇൻ ന്യൂട്ടൺ തേർഡ് ലോ ഓഫ് മോഷൻ. ന്യൂട്ടൻ്റെ തേർഡ് ലോ ഓഫ് മോഷനിൽ ആക്ഷനും റിയാക്ഷനും സംബന്ധിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതാണ് ശരിയെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ എ മസ്റ്റ് ആക്ട് ഓൺ സെയിം ബോഡി, ഓപ്ഷൻ ബി മസ്റ്റ് ആക്ട് ഓൺ ഡിഫറെൻറ്റ് ബോഡീസ്, സി നീഡ് നോട്ട് ബി ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ബട്ട് മസ്റ്റ് ഹാവ് ദ സെയിം ലൈൻ ഓഫ് ആക്ഷൻ, ഓപ്ഷൻ ഡി മസ്റ്റ് ബി ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ബട്ട് നീഡ് നോട്ട് ഹാവ് ദ സെയിം ലൈൻ ഓഫ് ആക്ഷൻ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി മസ്റ്റ് ആക്ട് ഓൺ ഡിഫറെൻറ്റ് ബോഡീസാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ തോണി തുഴയുകയാണെന്നുണ്ടെങ്കിൽ തോണിയിൽ നിന്നും നമ്മൾ വെള്ളത്തിലേക്ക് ഫോഴ്സ് കൊടുക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ട് റിയാക്ഷൻ ഫോഴ്സാണ് തോണി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ ആക്ഷനും റിയാക്ഷനും ആക്ട് ചെയ്യുന്നത് ഡിഫറെൻറ്റ് ബോഡീസിലാണ്, അതും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. സോ ആൻസർ ഓപ്ഷൻ ബി ആണ്, മസ്റ്റ് ആക്ട് ഓൺ ഡിഫറെൻറ്റ് ബോഡീസ്. അടുത്ത ക്വസ്റ്റ്യൻ, വെൻ ടു ബോഡീസ് കൊളൈഡ് ഇലാസ്റ്റിക്കലി ദെൻ. രണ്ട് ബോഡി കൊളൈഡ് ചെയ്തു, അപ്പം കുറച്ച് ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. ഓപ്ഷൻ എ കൈനറ്റിക് എനർജി ഓഫ് ദ സിസ്റ്റം എലോൺ ഈസ് കൺസേർവ്ഡ്, ഓപ്ഷൻ ബി ഓൺലി മൊമെൻറ്റം ഈസ് കൺസേർവ്ഡ്, ഓപ്ഷൻ സി ബോത്ത് എനർജി ആൻഡ് മൊമെൻറ്റം ആർ കൺസേർവ്ഡ്, ഓപ്ഷൻ ഡി നെയ്തർ എനർജി നോർ മൊമെൻറ്റം ഈസ് കൺസേർവ്ഡ്. അപ്പം രണ്ട് വസ്തുക്കൾ തമ്മിൽ കൊളീഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ എനർജിയും മൊമെൻറ്റവും കൺസേർവ്ഡ് ആയിരിക്കും. സോ ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ആൻ എലിവേറ്റർ ഈസ് മൂവിങ് വെർട്ടിക്കലി അപ്പ് വിത്ത് ആൻ ആക്സിലറേഷൻ എ, ദ ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ ദ ഫ്ലോർ ബൈ എ പാസഞ്ചർ ഓഫ് മാസ് എം ഈസ്. ഒരു എലിവേറ്ററിൻ്റെ മുകളിലേക്ക് എം മാസുള്ള ഒരു വസ്തു എ ആക്സിലറേഷനിൽ മൂവ് ചെയ്യാണ്. അപ്പം ഫ്ലോറിലേക്കുള്ള ഫോഴ്സ് എത്ര ആയിരിക്കും എന്നാണ് ചോദിച്ചത്. നമുക്ക് സാധാരണ എഫ് ഈക്വൽ ടു എം എ ആണ്. പക്ഷേ ഇവിടെ ഈ വസ്തു അടിയിൽ നിന്നും മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം താഴേക്ക് നൽകുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഓപ്ഷൻ എ എഫ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു ജി പ്ലസ് എ ആയിരിക്കും. ഇന്ന് നമ്മൾ കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ബാക്കി ക്വസ്റ്റ്യൻസ് പ്രോബ്ലമാറ്റിക്കാണ്, അത് നമുക്ക് വീഡിയോ ലെക്ചറായിട്ട് എടുക്കാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ആർമി, നേവി, എയർഫോഴ്സ്, കോസ്റ്റ് ഗാർഡ് തുടങ്ങിയ ജോലി ആഗ്രഹിക്കുന്നവർക്കായിട്ട് ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും കാണുന്നവരേക്കും ജയ് ഹിന്ദ്.